ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിയ ബുട്ടിക്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. എനിക്ക് മാത്രം നെക്സ്റ്റ് വീഡിയോസും ഓഫീസിൽ വീഡിയോ ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് തന്നെയാണ് കേട്ടോ. 399 മാത്രം വരുന്ന കുർത്തീസ് ആണ്, അതും ഫ്രീ ഷിപ്പിംഗിൽ. നമ്മളിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് പാറ്റേണിൽ റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ. പ്രിന്റ് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്, ഫാബ്രിക്കും പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇനിയും കിട്ടാത്തൊരു പർച്ചേസ് ചെയ്യാം. മുമ്പ് കൊണ്ടുവന്നതെല്ലാം സോൾഡ് ഔട്ട് ആണ്. അപ്പൊ ഇനിയും കിട്ടാത്തൊരു മാക്സിമം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. 399 മാത്രമേ ഉള്ളൂ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ്, 2 കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കാറ്റലോഗിൽ നമ്മൾ കോട്ടൺ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ല കുർത്തീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. തേർഡ് കാറ്റലോഗ് എന്ന് പറയുമ്പോൾ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നമ്മൾ കൂടുതലായിട്ട് നെറ്റ് കോട്ട ഫാബ്രിക് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഏറ്റവും അഫോർഡബിൾ പ്രൈസും കാണാനും നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നെറ്റ് കോട്ട കൂടുതലും ട്രൈ ചെയ്യുന്നത്. നമ്മൾ കോളർ നെക്കിൽ മേലയിലും സ്ലിറ്റഡ് ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ 2 കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് കാറ്റലോഗിൽ ഒരു പ്രീമിയം ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു വെസ്റ്റേൺ ലുക്കിൽ വരുന്ന കുർത്തീസ് ആണ്. ലാസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ തന്നെ നല്ല അടിപൊളി പാർട്ടി വെയർ കുർത്തി, അത് നല്ല ബ്യൂട്ടിഫുൾ 2 കളർ ഷെയ്ഡിലും അഫോർഡബിൾ പ്രൈസിലും വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ്സാകാതെ കാണാൻ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പൊ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം. ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ. ഇനിയാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. സെയിം ഫാബ്രിക് തന്നെയാണ്, പോപ്കോൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഇതും കൊണ്ടുവന്നിട്ടുള്ളത്. റൗണ്ട് നെക്ക് വരുന്നുണ്ട്, സ്ലീവ്സ് ഒരു ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ്. 2 കളർ ഷെയ്ഡ് ആണ് ഈ സെയിം ഫാബ്രിക്കിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് കൂടി നോക്കാം. സെയിം പോപ്കോൺ ഫാബ്രിക്കിൽ 48 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ട് വരുന്ന ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. യോക്ക് പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബട്ടർ ക്രീപ്പ് ലൈനിങ് ആണ് യോക്ക് പോർഷൻ വരെ കൊടുത്തിട്ടുള്ളത്. താഴേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. പോപ്കോൺ എന്ന് പറയുന്നത് കട്ടിയുള്ള ഫാബ്രിക് ആണ്. ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് എന്ന് പറയുന്നത് 3ാമത്തെ തവണയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. 3 തവണയും മേടിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് കേട്ടോ. അത്രയും എൻക്വയറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു കുർത്തി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത്. സെയിം റൗണ്ട് നെക്ക് തന്നെയാണ് ഇതിലും വരുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിൽ നമുക്കൊരു ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷേപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കെട്ടിവെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒപ്പം ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ അയൺ ചെയ്തിട്ടുള്ള നല്ല ഫ്ലീറ്റ്സും ഒപ്പം താഴേക്ക് 1 ലെയർ ഫ്രിൽസും ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നതും സെയിം തന്നെ, ഫ്രിൽസും അതുപോലെ തന്നെ അയൺ ചെയ്തിട്ടുള്ള ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഒരു സെൻട്രൽ ബേസ് കട്ടിന് താഴെയായിട്ട് ഫ്ലീറ്റ്സും 1 ലെയർ ഫ്രിൽസും ആണ് വരുന്നത്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ, സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. വേസ്റ്റിന് താഴേക്കായിട്ട് അയൺ ചെയ്തിട്ടുള്ള ഫ്ലീറ്റ്സ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത്. താഴെ 1 ലെയർ ഫ്രിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് കേട്ടോ. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ലൊരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ്. സെയിം ലെങ്ത് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. 48 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. നല്ല റൗണ്ട് നെക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ഇറങ്ങിയിട്ടുള്ള നെക്ക് തന്നെയാണ് ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സ് ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ട് സ്ലീവ്സ് എൻഡ് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെന്ററിൽ ബേസ് കട്ടിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കെട്ടിവെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. താഴേക്ക് അയൺ ചെയ്തിട്ടുള്ള ഫ്രിൽസും എൻഡ് പോർഷനിൽ 1 ലെയർ ഫ്രിൽസും ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ വരുന്നത് ഫ്രിൽസ് തന്നെയായിട്ടാണ്. സെയിം തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്ന കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതും അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ്. അപ്പൊ സ്മോൾ സൈസ് ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പോപ്കോൺ തന്നെയാണ് ഫാബ്രിക്കും വരുന്നത്. പ്രൈസ് വരുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ നമുക്ക് ഡെയിലി വെയറായിട്ട് ഓഫീസ് വെയറായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ലേസ് പാറ്റേൺ നെക്ക് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡ് പോർഷനിലായിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. നല്ല റൗണ്ട് നെക്ക് ആണ് ഇതിൽ വരുന്നത്. ഒരു ലേസ് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെക്ക് പോർഷന്റെ താഴെയായിട്ട് ലേസ് പാറ്റേൺ കൊടുത്ത് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ ഈ ഒരു സ്ലീവ്സിന്റെ എൻഡ് പോർഷനിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഫ്ലോറൽ പ്രിന്റ് വരുന്നത്. 2 കളർ ഷെയ്ഡിലാണ് ഈ ഒരു സെയിം കോട്ടൺ കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ്. ത്രോട്ട് ഒരു ടോപ്പ് പോർഷനിൽ ഫ്രണ്ടിലും ബാക്കിലും കാന്ത ലൈൻസും വരുന്നുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ലെങ്ത് തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കോട്ടൺ ലൈനിങ് വരുന്നത് കേട്ടോ. സെയിം കളർ ഷെയ്ഡിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. സ്ലീവ്സിന്റെ എൻഡ് പോർഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 560 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. റൗണ്ട് നെക്ക് വരുന്നുണ്ട്. യോക്ക് പോർഷന്റെ നെക്ക് ലൈന്റെ താഴെയായിട്ട് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് സ്ലീവ്സിന്റെ എൻഡ് പോർഷനിലും വരുന്നത് കേട്ടോ. കാന്ത ലൈൻസ് തന്നെ ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനിൽ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. കോട്ടൺ ലൈനിങ് ഇതിലും കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിൽ തന്നെയാണ് കോട്ടൺ ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 560 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്.
തേർഡ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ നെക്കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഈ ഓപ്പോഷൻ കംപ്ലീറ്റ് ആയിട്ടും വൈറ്റ് ത്രെഡും സീക്വൻസ് വർക്കാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്കും കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആയിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള വൈറ്റ് ത്രെഡും സീക്വൻസ് വർക്കാണ് യോക്ക് പോർഷനിൽ വരുന്നത്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്ക് ലൈനിന് ചുറ്റും വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ബോക്സ് ടൈപ്പ് പാറ്റേണിൽ നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്ക് വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് യോക്ക് പോർഷൻ ചെയ്തിട്ടുള്ളത്. താഴേക്ക് സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് സെയിം കളർ ഷെയ്ഡിൽ പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരും. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 599 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത്. നെക്ക് ലൈൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. റൗണ്ട് നെക്ക് വരുന്നിട്ട് സെന്ററിൽ ഒരു വീക്കട്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നെക്ക് ലൈൻ വരുന്നത്. യോക്ക് പോർഷൻ സെയിം തന്നെ മെഷീൻ എംബ്രോയിഡറി വർക്കിൽ വൈറ്റ് ത്രെഡും സീക്വൻസും യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിൽ ഫ്ലോറൽ പ്രിന്റിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. നെക്ക് ലൈൻ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ഫാബ്രിക്, സെയിം ലൈനിങ്, സെയിം ലെങ്ത് തന്നെയാണ് ഇതിലും വരുന്നത്. 46 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്ക് ലൈൻ വരുന്നത് ഇങ്ങനെയാണ്. റൗണ്ട് നെക്ക് വന്നിട്ട് സെന്ററിൽ ഒരു വീക്കട്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യോക്ക് പോർഷൻ സെയിം തന്നെയാണ്. സെയിം ഫാബ്രിക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 599 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഒരു പ്രീമിയം കളക്ഷൻ ആണ്. പ്രീമിയം ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു വെസ്റ്റേൺ ലുക്കിൽ ഒരു ഫ്രോക്ക് ടൈപ്പ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലെഗിൻസിന്റെ കൂടിയോ അല്ലാതെയും നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം കേട്ടോ. നല്ലൊരു കോളർ നെക്ക്, ഒരു ചൈനീസ് കോളർ നെക്കിൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വി നെക്കിന്റെ താഴെയായിട്ട് സെന്റർ പോർഷനിൽ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് താഴേക്ക്. ഒപ്പം ഈ ജോർജറ്റ് ഫാബ്രിക് കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ സെറി വർക്കാണ് ഫ്രണ്ട് പോർഷനിലും ബാക്കിലും സ്ലീവ്സ് അടക്കം വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. 48 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രീപ്പ് ആണ് ഇതിലും വന്നിട്ടുള്ളത്. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബാക്ക് പോർഷനും ഇങ്ങനെയാണ് വരുന്നത്. ഒരു ലീഫ് ഷേപ്പിലാണ് കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ സെറി വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കോളർ നെക്കിൽ വി പാറ്റേണിൽ കൊടുത്തിട്ട് സെന്റർ പോർഷനിലാണ് ഫ്ലീറ്റ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. താഴേക്കും ഫ്ലീറ്റ്സ് വരുന്നുണ്ട്. ഗോൾഡൻ സെറി വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ലീഫ് ഷേപ്പിലാണ് സെറി വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. നല്ലൊരു ഏലിയൻ പാറ്റേണിലാണ് കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 840 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ്. ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. സെയിം ഫീച്ചർ തന്നെയാണ്. കോളർ നെക്ക് വരുന്നുണ്ട്. വി പാറ്റേണിൽ സെന്റർ പോർഷനിൽ ഫ്ലീറ്റ്സ് ആണ് താഴേക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഏലിയൻ മോഡലിൽ അത്യാവശ്യം ഫ്ലെയറിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ സെറി വർക്കാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനിലും ഒപ്പം സ്ലീവ്സിലും കൊടുത്തിട്ടുള്ളത്. 48 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്തും വരുന്നുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 840 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ ലാസ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 2 കളർ ഷെയ്ഡിൽ നല്ലൊരു 3 സെറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക്, മെഷീൻ എംബ്രോയിഡറി വർക്ക് ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഒപ്പം ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ദുപ്പട്ടയുടെ ഒരു 1 എൻഡ് നല്ല തിക്കായിട്ട് തന്നെ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ദുപ്പട്ട ഒരു വർക്ക് കൊടുത്തിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിലാണ് അത് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് യോക്ക് പോർഷൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് വർക്കും യോക്ക് പോർഷനിൽ നല്ല ത്രെഡ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം ലൈനിങ് തന്നെയാണ്. 3/4 ആയിട്ടാണ് സ്ലീവ്സ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ബോട്ടം സാൻഡൂൺ ബോട്ടം ആണ്. നമ്മൾ എല്ലാം കോമൺ ആയിട്ട് ബോട്ടം ചെയ്യാറുള്ളത് സാൻഡൂൺ ബോട്ടത്തിൽ തന്നെയാണ്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. 39 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. സെയിം കളർ ഷെയ്ഡിൽ വരുന്ന സാൻഡൂൺ ബോട്ടം ആണ്. ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എടുത്തു പറയേണ്ടതാണ്. അത്രയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. സെയിം കളർ ഷെയ്ഡിൽ സെയിം യോക്ക് പോർഷനിൽ അതേ കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിൽ 1 സൈഡ് ആയിട്ടാണ് തിക്കായിട്ട് വരുന്നത്. ത്രൂ ഔട്ട് ഒരു ദുപ്പട്ടയിൽ ചെറിയൊരു ഫ്ലോറൽ പ്രിന്റും സീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിലും വിട്ടിലും വരുന്ന ദുപ്പട്ടയാണ്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 1250 1250 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു പാർട്ടി വെയർ കളക്ഷനിൽ വരുന്ന നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ്. ഒരു ചെറുപയർ പച്ച ആ ഒരു കറക്റ്റ് ഷെയ്ഡ് തന്നെയാട്ടോ നേരിട്ട് കാണുമ്പോൾ വരുന്നത്.
സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്ക് വരുന്നുണ്ട്. ഒരു യോക്ക് പോർഷനിൽ സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫസ്റ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന അതേ മെഷീൻ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ഈ ഒരു കളർ ഷെയ്ഡിലും വന്നിട്ടുള്ളത്. യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വർക്കും സീക്വൻസും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ത്രൂ ഔട്ട് പ്ലെയിൻ ആയിട്ടാണ് താഴേക്ക് വരുന്നത്. നല്ലൊരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് രണ്ടും വന്നിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ചെറുപയർ പച്ച എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്, ബട്ടർക്രീപ്പ് ആണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം എന്ന് പറയുന്നത് നേരത്തെ കണ്ടപോലെ തന്നെ സാൻഡൂൺ ബോട്ടാണ്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. സെയിം കളർ ഷെയ്ഡിൽ വരുന്ന ബോട്ടാണ്. 39 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. ഇതാണ് സാൻഡൂൺ ബോട്ടം വരുന്നത്. ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതേ ഒരു പ്രിന്റ് തന്നെയാണ്. വൺ സൈഡ് തിക്കായിട്ട് നല്ലൊരു ഫ്ലോറൽ ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയാണ് ഇതിന്റെ ഒരു ദുപ്പട്ട വരുന്നത്. യോക്ക് പോർഷനിൽ വരുന്ന അതേ കളർ കോമ്പിനേഷനിൽ വൺ സൈഡ് ആയിട്ടാണ് തിക്കായിട്ട് ഈ ഒരു വർക്ക് വരുന്നത്. ത്രൂ ഔട്ട് ഈ ദുപ്പട്ടയിൽ ചെറിയൊരു ബൂട്ട വർക്ക് പോലെ ത്രെഡ് വർക്കും സീക്വൻസും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് കളർ ഷെയ്ഡ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതും വന്നിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 1250, 1250 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് എല്ലാം വിത്തിൻ 2 ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. 6 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത് കേട്ടോ. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. 6 ഡേയ്സ് കഴിഞ്ഞിട്ടും ഐറ്റം റിസീവ് ആയില്ലെങ്കിൽ എൻക്വയറി ചെയ്യാം. നമ്മൾ ട്രാക്കിംഗ് ഐഡി എടുത്ത് തരുന്നതാണ്. ഇനി അത്യാവശ്യമായിട്ട് വേണം എന്നുള്ളവർ DTDC പ്രിഫർ ചെയ്യാം. DTDC വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം. വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷമൊക്കെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്ന വീഡിയോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല. എപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടാലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.